ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. ഉൽപ്പത്തി 1:26. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിൻ്റെ വിവരണമാണ് ഈ വാക്യം മുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവസ്വരൂപത്തിൽ ദൈവിക സാദൃശ്യത്തിൽ എന്നൊക്കെ പറയുമ്പോൾ ബാഹ്യരൂപമാണോ അവിടെ അർത്ഥമാക്കുന്നത്? ഒരിക്കലുമല്ല. കാരണം ദൈവം ആത്മാവാകുന്നു എന്നാണ് തിരുവചന ഭാഷ്യം. പിന്നെയോ ദൈവത്തെ പോലെ സ്വതന്ത്രമായ ഇച്ഛാശക്തിയും ബുദ്ധിയും ചിന്തിക്കാനുള്ള കഴിവും ധാർമ്മിക ബോധവുമൊക്കെ ഉണ്ട് എന്നതാണ് ഇതിൻ്റെ ആശയം. മാത്രമല്ല ദൈവിക ഗുണങ്ങളായ സ്നേഹവും ദയയും ക്ഷമയും ആർദ്രതയും ഒക്കെ മനുഷ്യനിലുമുണ്ട്. എന്നാൽ മനുഷ്യൻ അവയെല്ലാം അവഗണിക്കുന്ന ഈ കാലത്ത് പ്രിയമുള്ളവരെ, നാം എങ്ങനെ പ്രാർത്ഥിക്കാം? സ്നേഹമുള്ള സ്വർഗീയ പിതാവേ, അങ്ങയുടെ സ്വരൂപത്തിലും അങ്ങയുടെ സാദൃശ്യത്തിലും അടിയങ്ങളെ സൃഷ്ടിച്ചതിന് നന്ദി. അങ്ങ് പകർന്നു നൽകിയ നല്ല ഗുണങ്ങൾ ഞങ്ങളിൽ വിളങ്ങി വരാൻ കൃപ നൽകണമേ. ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ.